നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഈ വാർത്ത ഒരു പക്ഷേ നിങ്ങൾക്ക് ഷോക്കിംഗ് ആയേക്കാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ചേക്കാം. ഏതൊക്കെ തലകൾ ഉരുളും എന്നറിയില്ല. എന്നിരുന്നാലും ഇത് നിങ്ങളോട് പറയാതെ ഇരിക്കുവാനുമാകുന്നില്ല. നരേന്ദ്രമോദി ആദ്യമായി അധികാരമേൽക്കുന്ന മെയ് 26, 2014 ഏകദേശം 8 മാസം മുൻപ് ഇറ്റലിയിലെ ഒരു കോടതി 4 പേരെ കുറ്റക്കാരെന്ന് വിധിക്കുന്നു. ഒരു ഇറ്റാലിയൻ ഡിഫൻസ് കമ്പനിയുടെ ഹൈ പ്രൊഫൈൽ CEO, 2 മധ്യവർത്തികളായ ആൾക്കാർ, ഇവരെയാണ് കുറ്റക്കാരെന്ന് വിധിക്കുന്നത്. എന്തായിരുന്നു അവർ ചെയ്ത കുറ്റം? ഇറ്റലിയിലെ ഏറ്റവും വലിയ ഒരു അഴിമതി നടത്തിയവർ ആയിരുന്നു ആ 4 പേർ. അതും ഇന്ത്യയിലേക്ക് നീളുന്ന ഒരു വലിയ അഴിമതി. 2013 ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യയുടെ ഉദ്യോഗസ്ഥ തലത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കോളിളക്കം, രാഷ്ട്രീയ ഭൂകമ്പങ്ങളൊക്കെ സൃഷ്ടിച്ചേക്കാവുന്ന ഈ പ്രതികളുടെ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റുകളും അവരുടെ അപ്പീലുകൾ, ഫൈനൽ ജഡ്ജ്മെൻറ്റ് എല്ലാം ഇന്ത്യയിൽ നിന്നുമുണ്ടായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ തുടർന്ന് ഇറ്റാലിയൻ ഗവൺമെൻറ് പുറത്തുവിട്ടതേയില്ല. എന്തായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കിയേക്കാമായിരുന്ന ആ ഡോക്യുമെൻറ്റ്സ്? ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കുടുംബത്തിലേക്കും അവരുമായി ബന്ധപ്പെട്ട മധ്യവർത്തികളിലേക്കും നീളുന്ന 600 കോടി രൂപയിലധികം വരുന്ന കൈക്കൂലിയുടെയും അഴിമതിയുടെയും കഥകൾ പറയുന്ന ആഗസ്റ്റ വെസ്റ്റ്ലാൻഡ് VVIP ചോപ്പർ സ്കാം, അതിനെ സംബന്ധിക്കുന്ന ക്ലാസിഫൈഡ് ആയ വിവരങ്ങളായിരുന്നു അന്ന് ഇറ്റാലിയൻ ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് പൂഴ്ത്തിവെച്ചത്. ഇന്ത്യയിൽ ഈ കൈക്കൂലിപ്പണം എത്തിയെന്നതും അത് ആർക്കൊക്കെയാണ് ഇന്ത്യയിൽ കിട്ടിയതെന്നും സംശയാതീതമായി തെളിയിക്കപ്പെട്ടതുകൊണ്ടായിരുന്നു ഈ കൈക്കൂലി നൽകിയവരെ ഇറ്റാലിയൻ കോടതി ശിക്ഷിച്ചത്. അതുകൊണ്ട് കൂടിയായിരുന്നു ആ വിവരങ്ങൾ അന്ന് മൂടി വയ്ക്കപ്പെട്ടത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഇറ്റാലിയൻ സന്ദർശനം കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലെത്തിയ ആ സമയത്ത് കോൺഗ്രസ് നയിച്ച UPA സർക്കാരിൻ്റെ കാലത്തെ ഈ VVIP ചോപ്പർ സ്കാമിന് വീണ്ടും ഗതിവേഗം കൂടും. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഇന്ത്യയിലെ ചില ഉന്നത രാഷ്ട്രീയ നേതാക്കളെയും ഇടനിലക്കാരെയും പ്രതികളാക്കാൻ തക്കവണ്ണം വ്യക്തമായ തെളിവുകൾ ഉള്ള 225 പേജ് വരുന്ന ഇറ്റാലിയൻ കോടതിയുടെ വിധിന്യായവും ഈ കൈക്കൂലി കേസിനെ സംബന്ധിക്കുന്ന മറ്റ് എല്ലാ തെളിവുകളും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കോ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ ചിലരുടെ കയ്യിലേക്കോ ഇറ്റാലിയൻ ഗവൺമെൻറ് കൈമാറിയിരിക്കുന്നു. ശ്രീ നരേന്ദ്രമോദി ഇറ്റലിയിൽ വെച്ച് നടത്തിയ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ "ഐ ഹാവ് നെവർ ബീൻ സോ ഹാപ്പി" എന്നത് ഈ വിഷയം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. 2013 ഫെബ്രുവരിയിൽ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ചെയർമാൻ ബ്രൂണോ സ്പാഗ്നോളിനിയുടെയും അവരുടെ ഹോൾഡിംഗ് കമ്പനിയായ ഫിൻ മെക്കാനിക്കയുടെയും ചെയർമാൻ ഗ്യുസ്പി ഓർസിയുടെയും അറസ്റ്റിനെ തുടർന്നാണ് ഈ അഴിമതി സ്കാൻഡൽ പുറത്തു വരുന്നത്. ഇവരെ 2 പേരെയും കൂടാതെ ഗിഡോ ഹാഷ്കെ എന്നും കാർലോ ഗരോസ എന്നും പേരായ 2 ഇടനിലക്കാരെ കൂടി മിലൻ കോർട്ട് ഓഫ് അപ്പീൽസ് ഇന്ത്യൻ എയർഫോഴ്സുമായി ഉണ്ടാക്കിയ ഒരു ചോപ്പർ ഡീൽ ഉറപ്പിക്കുന്നതിലേക്ക് അന്താരാഷ്ട്ര അഴിമതി, കൈക്കൂലി, മണി ലോണ്ടറിംഗ് എന്നീ ചാർജുകൾ ചുമത്തിയാണ് ശിക്ഷിച്ചത്. ഈ പറഞ്ഞ മിലൻ കോടതി ഇന്ത്യയിലെ ഹൈക്കോടതികൾക്ക് തുല്യമായ ഒരു കോടതിയാണ്. ഈ ഇറ്റാലിയൻ കോടതിയുടെ വിധിന്യായത്തിൽ ഒരു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഒരു പൊളിറ്റിക്കൽ കുടുംബത്തിലെ ലീഡർ, ഇവരുടെ എല്ലാം പേരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 225 പേജുള്ള വിധിന്യായത്തിൽ കൈക്കൂലി കേസിൻ്റെ മുഴുവൻ നാൾ വഴിയും കൈകൊണ്ടെഴുതിയ കുറിപ്പുകളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഓർസിയും മറ്റുള്ളവരും ഈ ഡീലിനു വേണ്ടി എങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കളെ ലോബി ചെയ്തത് എന്നും അവർക്ക് എങ്ങനെയാണ് കൈക്കൂലി കൊടുത്തത് എന്നും കൺഫസ് ചെയ്യുന്നുമുണ്ട്. ഇതേ ജഡ്ജ്മെൻറ്റിൽ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, ഇന്ത്യയുടെ മുൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ഇവരുടെ പേരും ഇവർക്കെതിരെയും തെളിവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ വിധിന്യായത്തിൻ്റെ 193 പേജിലും 204 പേജിലും ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും രാഷ്ട്രീയ കുടുംബത്തിൻ്റെ ഹെഡുമായ ആളിൻ്റെ പേര് 4 തവണ പരാമർശിക്കുന്നുണ്ട്. രേഖകൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഗിഡോ ഹാഷ്കെ എന്നു പേരായ ഇടനിലക്കാരൻ ഇന്ത്യയിൽ കൈക്കൂലി കൊടുത്തിട്ടുള്ള ഉന്നത രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, ഇവരുടെ എല്ലാം ഫോട്ടോകൾ പ്രോസിക്യൂഷൻ കാണിച്ചപ്പോൾ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ വിധിന്യായത്തിൻ്റെ 9 പേജിൽ ഇപ്പോൾ ഇന്ത്യയുടെ കസ്റ്റഡിയിലുള്ള ക്രിസ്ത്യൻ മൈക്കിൾ ജെയിംസ് എന്നു പേരായ ഒരു ഇടനിലക്കാരൻ കൈക്കൊണ്ടെഴുതിയ കുറിപ്പുകൾ അറ്റാച്ച് ചെയ്തിട്ടുമുണ്ട്.
കെ ഇയാൾ എഴുതിയ ഈ കുറിപ്പിൽ കൈക്കൂലി പണമായ 30 മില്യൺ യൂറോ എങ്ങനെയാണ് ഇന്ത്യയിൽ വിതരണം ചെയ്യേണ്ടത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ എയർ ചീഫ് മാർഷലായ SP ത്യാഗിയെയും അയാളുടെ ഒരു കസിനായ സഞ്ജീവ് ത്യാഗിയെയും 2016 അറസ്റ്റ് ചെയ്യുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ചോപ്പർ ഇടപാടുകൾ നടക്കുവാനിടയായ പ്രധാന കാരണം SP ത്യാഗിയുടെ ഒരു തീരുമാനമായിരുന്നു. ഈ ചോപ്പറുകൾ VVIPകൾക്ക് ഉപയോഗിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഇതിൻ്റെ തീരുമാനിക്കപ്പെട്ട ഓപ്പറേഷണൽ ഹൈറ്റ് 6000 അടി ആയിരുന്നു. എന്നാൽ ആഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ചോപ്പറുകളുടെ പരമാവധി പറക്കുവാനുള്ള ഉയരം 4500 അടി ആയിരുന്നു. അതുകൊണ്ട് 6000 എന്ന തീരുമാനം 4500 എന്നാക്കി കുറച്ചുകൊണ്ട് ആഗസ്റ്റ വെസ്റ്റ്ലാൻഡിന് അനുകൂലമായ തീരുമാനമെടുത്തത് SP ത്യാഗി ആയിരുന്നു. വിധി ന്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ 14 മുതൽ 16 മില്യൺ യൂറോ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്കും AP എന്ന് ചുരുക്കപ്പേരിൽ പറയുന്ന ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്കുമായി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. വിധി ന്യായത്തിലെ 163, 164 പേജുകളിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെ പേരും എങ്ങനെ ഓർസി എന്നു പേരായ ഇടനിലക്കാരൻ അദ്ദേഹവുമായി ഡീലിന് വേണ്ടി ലോബിയിങ് ചെയ്തു എന്നും പറയുന്നുണ്ട്. 163 പേജിൽ ഓർസി ജയിലിലിരുന്ന് ഇറ്റാലിയൻ ബ്യൂറോക്രാറ്റുകളുമായി ലോബി ചെയ്തതും ഇറ്റാലിയൻ PM മാരിയോ മോണ്ടിയോടും അംബാസഡർ പാസ്ക്വൽ ടെറാസിനോയോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ പറയുന്നുമുണ്ട്. ഇന്ത്യയിലെ അന്ന് ഭരിച്ചിരുന്ന സർക്കാർ ബൊഫോഴ്സിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിരോധ അഴിമതി മൂടിവെക്കുവാനും കുഴിച്ചു മൂടുവാനും ഇറ്റാലിയൻ ഗവൺമെൻറ്റിന് മേൽ ശക്തമായ സമ്മർദ്ദങ്ങൾ ചെലുത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. CBI രജിസ്റ്റർ ചെയ്ത കേസും ED രജിസ്റ്റർ ചെയ്ത കേസും ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ ഇറ്റലിയിൽ നിന്നും കിട്ടിയിരിക്കുന്ന പുതിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ അന്വേഷണം വീണ്ടും ചൂടുപിടിക്കും. ആരൊക്കെയായിരിക്കും പുതിയ അന്വേഷണത്തിൻ്റെ പരിധികളിൽ വരിക? ആരുടെയൊക്കെ തലകൾ ഉരുളുവാൻ സാധ്യതയുണ്ട്? ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തൊക്കെ ആയാലും ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത അതിവിദൂരമല്ല. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുവാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.